ഹലോ ഫ്രണ്ട്സ്, കേരള ഡീസൽ വർക്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ ഷോപ്പിൽ വന്നൊരു വണ്ടിയാണ് ടാറ്റ മോട്ടോഴ്സിൻ്റെ 407EX എന്നുള്ള BS4 CRD എഞ്ചിൻ വരുന്ന വാഹനമാണിത്. വാഹനത്തിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് ലോ പിക്കപ്പും സിലിണ്ടർ മിസ്സിങ്ങും ആയിരുന്നു. വണ്ടി സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും 2-3 ഇഞ്ചക്ടർ മിസ്സിംഗ് ആയിട്ട് കാണിച്ചു. അപ്പോൾ നമ്മൾ അതിൻ്റെ വയറിങ് കാര്യങ്ങളെല്ലാം ഇളക്കി ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിന് പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇഞ്ചക്ടർ സ്റ്റക്കായതാണ്. ഇഞ്ചക്ടർ ഇങ്ങനെ സ്റ്റക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പമ്പിൻ്റെ, അതായത് ഹൈ പ്രഷർ പമ്പിൻ്റെ ബെയറിങ് അരഞ്ഞു പോകുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പം ഹൈ പ്രഷർ പമ്പും ഇഞ്ചക്ടർ വിളക്കി സർവീസ് ചെയ്യണം. ഡെൽഫി TVS എന്ന കമ്പനിയാണ് ഇതിൻ്റെ പമ്പും നോസിലും കോമൺ റെയിലും എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൻ്റെ പമ്പ് ഇനി റിമൂവ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ ഈജാറും കാര്യങ്ങളെല്ലാം ഊരിയെടുക്കണം. ഇതാണ് ഇതിൻ്റെ ഈജാർ അസംബ്ലി. ഇതിനകത്ത് വാട്ടർ സർക്കുലേഷനും കൂളിങ്ങും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ കോമൺ റെയിൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് പമ്പ് ഇതാ ഊരി എടുത്തിട്ടുണ്ട്. ടാറ്റ മോട്ടോഴ്സിന് മിക്ക ഡൈക്കോർ എഞ്ചിൻ വരുന്ന വാഹനങ്ങൾ വരുന്ന പമ്പ് ഇത് തന്നെയാണ്. കുറച്ച് വ്യത്യാസങ്ങൾ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പമ്പിൻ്റെ സ്വിച്ച് ഇതാണ് അതിൻ്റെ ടെമ്പറേച്ചർ സ്വിച്ച്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ഡിസ്മാൻഡിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ബെയറിങ് അരഞ്ഞതാണെന്ന് കൺഫേം ആയി. കാരണം സ്വിച്ച് ഊരിയപ്പോൾ തന്നെ സ്വിച്ചിലും സ്വിച്ച് സീറ്റിംഗ് ആവുന്ന ഏരിയയിലെല്ലാം ബെയറിങ് അരഞ്ഞതിൻ്റെ ഫിസിലും കാര്യങ്ങളെല്ലാം കണ്ടു. ബാക്കി കൂടെ ഊരി നോക്കാം. അപ്പോൾ പമ്പിൻ്റെ ക്യാമും ഷൂ റോളറും ഹെഡും എല്ലാം പോയി, എല്ലാം ഡാമേജായി പോയി. ഇത്രയും ഡാമേജായ പമ്പ് റിപ്പയർ ചെയ്യുന്നതിന് നല്ലത് സെക്കൻഡ് ഹാൻഡോ അല്ലെങ്കിൽ പുതിയ പമ്പോ വാങ്ങുന്നതാണ്. കാരണം ബെയറിങ് അരഞ്ഞു കഴിഞ്ഞാൽ നോസിൽ ഉൾപ്പെടെ ഡാമേജ് ആവും. ഇനിയിപ്പോൾ 4 നോസിൽ ഊരി ചെക്ക് ചെയ്ത് അതിനകത്തുള്ള കൺട്രോൾ വാൽവും കാര്യങ്ങളെല്ലാം മാറേണ്ടി വരും. അപ്പോൾ ഇഞ്ചക്ടർ ഇതാ മെഷീനിൽ വെച്ചിട്ടുണ്ട്. ഓവർഫ്ലോയും റിട്ടേണും കപ്ലറും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഡീസലിൻ്റെ പ്രഷറും കാര്യങ്ങളെല്ലാം കയറി വന്നിട്ടുണ്ട്. ഇഞ്ചക്ടർ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഇഞ്ചക്ടർ ഓപ്പൺ ആയിട്ടുണ്ട്. ഇതിൻ്റെ റീഡിങ് എത്രമാത്രം ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇഞ്ചക്ടർ റിട്ടേൺ കൂടുതലാണ്. ഇതിപ്പോൾ ഒന്നാമത്തെയാണ് ഇതിൻ്റെ റിട്ടേണും, രണ്ടാമത്തേതാണ് ഇതിൻ്റെ മെയിനും. അപ്പോൾ മെയിൻ 7 cc എണ്ണയുണ്ട്, റിട്ടേൺ 9 cc മേളിൽ കാണിക്കുന്നുണ്ട്. അപ്പം മെയിൻ 7 cc എണ്ണയാണെങ്കിൽ റിട്ടേൺ അതിൻ്റെ പകുതിയെ വരാൻ പാടുള്ളൂ, അതായത് 3-3.5 വരാൻ പാടുള്ളൂ. ഇതിപ്പോൾ നിലവിൽ കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. ഇഞ്ചക്ടർ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇതാണ് കൺട്രോൾ വാൽവ്. ഇതാണ് ഇഞ്ചക്ടർ ഡാമേജ് ആയ പാർട്ട്. മെറ്റൽ ഫിസിലും കാര്യങ്ങളെല്ലാം ഇതിൽ കയറുമ്പോഴാണ് ഡാമേജ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ വിലയെന്ന് പറയുന്നത് 3641 രൂപയാണ് ഡെൽഫി TVSൻ്റേത്. ഇതിനോടൊപ്പം തന്നെ ഡീസൽ ഫിൽറ്ററും കോമൺ റെയിലും ലൈനുകളും പമ്പ് സെക്ഷനും കാര്യങ്ങളും എല്ലാം ക്ലീൻ ചെയ്യണം. ഡീസൽ ഫിൽറ്റർ മാറിക്കൊടുക്കുകയും വേണം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൽ പമ്പ് ഇതാ വന്നിട്ടുണ്ട്. 34,794 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. ഡെൽഫി TVSൻ്റെയാണ്. ഇതിനോടൊപ്പം തന്നെ ഇഞ്ചക്ടറിൻ്റെ കൺട്രോൾ വാൽവും വന്നിട്ടുണ്ട്. ഇഞ്ചക്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ടെസ്റ്റിങ് നോക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, പഴയ റീഡിങ്ങും ഇപ്പോഴത്തെ റീഡിങ്ങും നോക്കുമ്പോൾ തന്നെ വ്യത്യാസം മനസ്സിലാവും. ഇപ്പം ഓവർഫ്ലോ കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 4 ഇഞ്ചക്ടറും കറക്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ബാക്കി ഫിറ്റിങ് കാര്യങ്ങളും നോക്കാം. ഇപ്പോൾ പുതിയ ബാക്കിങ്ങും കാര്യങ്ങളെല്ലാം ഇട്ട് പമ്പും EGRും കോമൺ റെയിലും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. ഇനിയിപ്പോൾ നോസിലൂടെ ഫിറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, വണ്ടി ഇതാ സ്റ്റാർട്ടായി. സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് നോക്കി. വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. ഓടിച്ച് നോക്കി. വണ്ടിക്ക് ഇപ്പോൾ നല്ല വലുവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പോൾ നിലവിലെ കാര്യങ്ങൾ, വണ്ടിയുടെ കംപ്ലയിൻറ്റും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ വാഹനം 1,00,000 സംതിങ് ആയപ്പോൾ തന്നെ ഇതിൻ്റെ പമ്പും കാര്യങ്ങളെല്ലാം പോയി. അപ്പം ഞാൻ എപ്പോഴും പറയുന്ന പോലെ വാഹനത്തിൻ്റെ സർവീസ് എപ്പോഴും കറക്റ്റായി ചെയ്യുക. ഡീസൽ ഫിൽറ്ററും കാര്യങ്ങളെല്ലാം മാക്സിമം സമയത്ത് തന്നെ മാറുക. അപ്പോൾ വാഹനത്തിൽ ഇന്ധനം നിറയ്ക്കുമ്പോഴേക്കും പരമാവധി ശ്രദ്ധിക്കുക. എണ്ണ മാറി പെട്രോളോ കാര്യങ്ങളോ അടിക്കാതിരിക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വാഹനവുമായി ബന്ധപ്പെട്ട വർക്കൊക്കെ നമ്മളെ കോൺടാക്ട് ചെയ്യുക. നമ്പറും കാര്യങ്ങളും എല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.